ഈ ഷോർട്ട് ടേം പ്ലഷേഴ്സും ലോങ് ടേം ഹാപ്പിനെസ്സും ഉണ്ട്, നമുക്ക് സാധാരണ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ഭയങ്കര സന്തോഷം തരികയും ചെയ്യും. നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം ഈ ഡ്രഗ് ഉപയോഗത്തിലൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു സമയം കഴിയുമ്പോഴത്തേനും ഈ ഡ്രഗിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും. ഈ ഡ്രഗിൻ്റെ എഫക്റ്റ് കുറയുന്നതോടുകൂടി നമ്മൾ 20ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ആളായിരിക്കും നമ്മൾ താഴേക്ക് പെട്ടെന്ന് വീണ ഒരവസ്ഥയാവും, ഒരു 5ാമത്തെ സ്റ്റെപ്പിലേക്ക് വീണ അവസ്ഥയിലേക്കാകും. അങ്ങനെ അത്രയും താഴേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ സന്തോഷം കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഡ്രഗ് ഉപയോഗിക്കാനായി ഉള്ള ഒരു ക്രേവിങ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പിന്നീട് പതുക്കെ ഈ ബ്രെയിൻ ആണെങ്കിൽ ഈ ഡോപ്പമിൻ്റെ അളവ് കുറച്ചുകൊണ്ടേ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഡ്രഗിൻ്റെ അളവിൽ നിന്നും കൂടുതൽ അളവിൽ ഡ്രഗ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയും ഒരു ടോളറൻസ് ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ഡ്രഗ് അഡിക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പെരുമാറ്റത്തിന് സാധാരണ കാണിക്കുന്ന രീതിയിലായിരിക്കുകയില്ല, വ്യത്യാസമുണ്ടായിരിക്കും. പിന്നീട് അവർ അലസമായ ഡ്രസ്സിങ് ആയിരിക്കും. പിന്നെ അതുവരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കും, പക്ഷെ കുട്ടിയുടെ ആ പഠനത്തിലൊരു ഡൗൺ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റുള്ളവരുമായിട്ട് ഇപ്പോൾ പേരൻസിനോടായാലും എൽഡേഴ്സിനോടായാലും ആ ബഹുമാനം അതേപോലെ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അവരാണെങ്കിൽ പെരുമാറുന്നത് കണ്ടാൽ എന്തെങ്കിലും ചോദിച്ചാൽ വളരെ സ്ലോ പേസിലായിരിക്കും മറുപടി പറയുന്നത്. കൂടാതെ കുട്ടികൾ അവരുടെ മുറിയിൽ മുതിർന്നവർ കയറുന്നത് ഒരിക്കലും അവരിഷ്ടപ്പെടുകയില്ല ഈ സമയങ്ങളിൽ. ഇവയൊക്കെയാണ് സാധാരണയായി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവരുടെ ലക്ഷണങ്ങളുടെ സാധ്യതകളാണ് ഇവയൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇവരെ ഡ്രഗ് അഡിക്ഷനിലേക്ക് നയിക്കുന്നത്? ഒന്നാമതായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ പേരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബന്ധമില്ലായ്മയാണ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു അടുപ്പമില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഇതുവരെ ഡ്രഗിലേക്ക് നയിക്കും. പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്സോ ഇവരുടെ കൂടെ നടക്കുന്നവരോ ഒക്കെ ആവാം, അവരൊക്കെ ഇവരെ ഈ ഡ്രഗിലേക്ക് നയിക്കുന്നതായിട്ട് കാണാം. പിന്നെ പഠന വൈകല്യങ്ങൾ മൂലം ആവാം ചിലപ്പോൾ ഇവർ പഠനത്തിൽ പുറകിലേക്ക് പോകുന്നത് കാണാം. അങ്ങനെ വരുമ്പോഴും ഇവർ വളരെയധികം വേദനിക്കുന്നത് കാണാം. അപ്പോൾ അവർ ആ വേദന കൊണ്ടാണ് അവർ ഡ്രഗിലേക്ക് പോകുന്നത്. പിന്നെ ഇൻട്രോവേർട്സ് ആയിട്ട് ഉള്ളവർ അവർക്കൊരു മൈലേജ് കിട്ടാൻ ഇവരുടെ മുമ്പിലൊക്കെ ഒരാളാണെന്ന് കാണിക്കാൻ, മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ആളാണെന്ന് കാണിക്കാനൊക്കെ ആയിട്ട് ഇവർ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവയൊക്കെയാണ് ഡ്രഗ് ഉപയോഗത്തിന് സാധ്യതയുള്ള കാര്യങ്ങൾ. ഈ ഡ്രഗ് അഡിക്ഷൻ്റെ പരിഹാരത്തെ പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ലാളന കിട്ടി തന്നെ വളരണം. 5 തൊട്ട് 15 വയസ്സ് വരെ ശാസന കൊടുത്തു തന്നെ വളർത്തണം നമ്മൾ അവരെ. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും കഴിയണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് വേണം ആഹാരം കഴിക്കാൻ. അപ്പോൾ നമുക്ക് പലതും ഷെയർ ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലും അങ്ങനെ തന്നെ വേണം. അതുപോലെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പച്ചക്കറി കടയിലും പഴക്കടയിലും ഒക്കെ ചെന്നാൽ ഒരു ആപ്പിൾ പന്നലായിരിക്കും, ഓറഞ്ച് പന്നലായിരുന്നാൽ പച്ചക്കറി കടക്കാരനോ പഴക്കടക്കാരനോ ഒക്കെ തന്നെ അയാൾ അപ്പോൾ തന്നെ അതെടുത്ത് മാറ്റുന്നത് കാണാം. അതിൻ്റെ കാരണം അടുത്തിരുന്നാൽ, ചീത്തയായ ഒരു സാധനം അടുത്തിരുന്നാൽ അതിനോട് ചേർന്നിരിക്കുന്നതും ചീത്തയാകും. അതേ അവസ്ഥയാണ് നമ്മുടെ മനുഷ്യർക്കെല്ലാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് തന്നെ. കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ ചീത്തയാണെങ്കിൽ അവരെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കണം.
അതുപോലെ നമ്മുടെ നമ്മൾ പേരൻസിനെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ശീലങ്ങൾ കാണിച്ചാൽ മാത്രമേ അവരും അത് കാണിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ശീലങ്ങൾ നമ്മൾ കാണിക്കുന്ന ഓരോന്നിൻ്റെ തന്നെ ഒരു റിപ്ലിക്കേറ്റ് ആയിട്ട് വരും അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ നല്ല ശീലങ്ങൾ കാണിക്കുക, അതാണ് അവരുടെ സ്വഭാവത്തിൻ്റെ അടിത്തറ. നമ്മൾ പേരൻസിൻ്റെ ചീത്ത സ്വഭാവവും നല്ല സ്വഭാവവും ആണ് ഇവരെ വളരെയധികം സ്വാധീനിക്കും. അത് അവർക്കൊരു അടിത്തറ തന്നെയാണ്, നമ്മളെ കണ്ടാണ് അവർ വളരുന്നത്. അതുകൊണ്ട് നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ കാണിക്കുന്നതിലൂടെ അവർ നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളരുന്നത് കാണാം. ഇനി ഇതൊന്നുമല്ല, ലാസ്റ്റ് നമ്മൾ കാണുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് കണ്ടാൽ നമ്മൾ ബഹളമുണ്ടാക്കാതെ വളരെ സമാധാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് നമ്മുടെ കയ്യിലോ നമ്മുടെ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിലോ നിന്നില്ല എങ്കിൽ നമുക്കൊരു കൗൺസിലറെ സമീപിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിതമാണ് ലഹരി എന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.